ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു മരുന്നുണ്ടയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട. ഇനി റെസിപ്പിയിലോട്ട് പോകാം. കർക്കിടക മാസം കഴിക്കുന്ന മരുന്നുണ്ടയാണ് ഇന്നുണ്ടാക്കുന്നത്. അതിലാദ്യം തന്നെ മട്ട റൈസ് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് മട്ട റൈസ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉള്ളതാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞവര അരി ഉണ്ടെങ്കിൽ അത് 1 കപ്പ് എടുത്താൽ മതി. ഇവിടെ ഞവര അരി ഇല്ല, അതുകൊണ്ടാണ് മട്ട റൈസ് എടുക്കുന്നത്. അരി നന്നായി വറുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് വളരെ കുറച്ച് മാത്രമേ മരുന്നുണ്ട ഉണ്ടാക്കുന്നുള്ളൂ. ഇതും അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി അടുത്തത് അജ്വൈൻ ഇടാം, അയമോദകം. ഇതും അതുപോലെ തന്നെ. ഇതൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ്, എല്ലാ ഗുണങ്ങളും ഉള്ളതാണ്. മുമ്പ് തൊട്ടേ ഇതൊക്കെ പ്രസവിച്ച ആൾക്കാരൊക്കെ കഴിക്കുമായിരുന്നു. ഒന്നും കരിഞ്ഞു പോവരുത്, എല്ലാം ശ്രദ്ധിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ഇത് മാറ്റാം, ഇതും വറുത്തായിട്ട്. അടുത്തത് കറുത്ത എള്ള് ചേർക്കാം. അതും 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അരി മാത്രമേ 1 കപ്പ് എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെള്ളം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇതും ജീരകം എടുത്തിട്ടുണ്ട്, നോർമൽ ജീരകം, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ഗ്യാസിനൊക്കെ വളരെ നല്ലതാണ് ജീരകം. ജീരകവും നന്നായി വറുത്തിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി അടുത്തത് ഫ്ലാക്സ് സീഡാണ്. അത് 3 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാൾനട്ട്, ബദാം, അതും കൂടി വറുത്തെടുക്കാം. ഈ മരുന്നുണ്ട മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ കഴിക്കാം. ശർക്കര ചേർക്കുന്നത് കാരണം അധികം കയ്പൊന്നും ഉണ്ടാവില്ല. ബദാമും വാൾനട്ടും മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വറക്കണമെന്നില്ല, തേങ്ങയിലെ വെള്ളം ഒന്ന് പോയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നത്. തേങ്ങേനി മാറ്റി വെക്കാം. 200 ഗ്രാം ശർക്കരയിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കാൻ വെക്കാം. ഇനി മധുരം കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ കുറച്ചധികം ശർക്കര ചേർക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇതേനി മാറ്റി വെക്കാം. ധാന്യങ്ങളൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനി പൊടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് അങ്ങനെ കടിക്കാനൊന്നുമില്ല, നല്ല നൈസായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 7 ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് ഒന്നിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ലാസ്റ്റ് തേങ്ങയും കൂടി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. തേങ്ങ നൈസായി പൊടിച്ചിട്ടില്ല, കുറച്ചൊരു ക്രഷ് ചെയ്യുക മാത്രമേ തേങ്ങ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം,
അല്ലെങ്കിൽ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. 200 ഗ്രാം ശർക്കര ഒഴിച്ചത് കാരണം കയ്പ്പ് കൂടുതലായിട്ട് ഇല്ല. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലിട്ട് വെച്ചാൽ ഇതൊരു മാസങ്ങളോളം കേടുകൂടാതെ ഈ മരുന്നുണ്ട നിൽക്കും. കഴിക്കാം. കർക്കിടകത്തിൽ കഴിക്കുന്ന ഈ മരുന്നുണ്ട എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.